ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പേടിയായിട്ടുള്ളൊരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാരൻസാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് കല്യാണം കഴിക്കേണ്ടാത്തത്? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിരിക്കണത് മാരേജ് ഇസ് പെയിൻഫുൾ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര പെയിൻഫുൾ എന്ന്? പെയിൻ എന്നൊക്കെ ഉള്ളൊരു വേർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പെയിൻ അല്ലേ മാഡം? പെൺകുട്ടികൾക്ക് പെയിൻ അല്ലേ? ആൺകുട്ടികൾക്ക് സുഖമല്ലേ? അപ്പം ഈ കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇതേപോലത്തെ ഓരോ കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് പല ആൾക്കാരിൽ നിന്നും പല ഫ്രണ്ട്സിൽ നിന്നൊക്കെ ചർച്ച ചെയ്ത് ഈ കുട്ടിക്ക് വിവരമില്ലായിട്ടൊന്നല്ല, കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പറയാണ്, പ്രഗ്നൻസി ഒരു പെയിൻ അല്ലേ? പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന ഓരോ സാധനങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഇനി പ്രസവം നിർത്തണമെങ്കിൽ അതൊരു പെയിൻ അല്ലേ? സർജറി ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടീനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ആ കുട്ടിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ കുട്ടി കല്യാണത്തിന് റെഡി ആവുകയും പിന്നെ അങ്ങനെ നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകാനൊക്കെ പറ്റി. അപ്പോൾ ആ കുട്ടിക്ക് അന്ന് പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതേപോലെ തന്നെ കൗൺസിലിങ്ങിൽ നിന്നും വരാൻ പറ്റാതെ ഉള്ള കുറേ പേര് ഇതേ ആവശ്യങ്ങൾ, ഇതേ ക്വസ്റ്റ്യൻസുകളുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടാവുമെന്ന് തോന്നി. അതിനെ കൊണ്ടിട്ടാണ് ഇങ്ങനൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് ഭയങ്കര പെയിൻഫുൾ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആദ്യം പറയാം. സെക്സ് എന്ന് പറയുന്നൊരു പ്രക്രിയ, ഒരു പ്രോസസ്സ് നടക്കുന്നേരം ഫസ്റ്റ് നൈറ്റിൽ തന്നെ പെനിസ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് കുറേ കുട്ടികൾക്ക് അറിയാം, കുറേ കുട്ടികൾക്ക് അറിയില്ല. കുറേ ആൺകുട്ടികൾക്ക് തന്നെ അറിയാത്ത കേസുകളൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തിൽ ഉണ്ടാവുന്ന ഒരു പിനൈൽ ഇൻസേർഷൻ, ഒരു പെനിസ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവുന്ന സമയത്തുള്ളൊരു വേദനയും, പിന്നെ ഒരു ഹൈമൻ ബ്രേക്ക് ആവുന്ന സമയത്തിലേക്ക് കുറച്ച് ഉള്ളിലോട്ട് അങ്ങനെ പെനിസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 ഫിംഗർ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹൈമൻ എന്ന് പറയുന്നൊരു രക്തപ്പാളി ചെറുതായി പൊട്ടി, അത് വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചോര വരുമ്പോൾ ചില ആൾക്കാർ നമ്മളെ മൈൻഡിൽ ചോരയും ഈ ബ്ലഡും വേദനയും നമ്മൾ എപ്പോഴും സിങ്ക്ഡ് ആണല്ലോ. ഈ ബ്ലഡ് വന്നു എന്ന് പറയുമ്പോൾ പിന്നെ പെയിൻ ഇല്ലാണ്ട് എങ്ങനെ ബ്ലഡ് വന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഹൈമൻ ബ്രേക്ക് ആവുന്ന സമയത്തിൽ അത്ര വലിയ പെയിനൊന്നും ഉണ്ടാവില്ല, പെയിനേ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പെനിസ് ഇൻസേർഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 ഫിംഗർ ആദ്യമായിട്ട് ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പെയിൻ ഫീൽ ചെയ്യാം. അതല്ലാതെ ഹൈമൻ പൊട്ടുന്ന സമയത്ത് അങ്ങനെ പെയിൻ ഉണ്ടാവില്ല. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ എല്ലാ ആൺകുട്ടികൾക്കും ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സുഖമാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പെൺകുട്ടികൾക്കൊക്കെ പെയിനാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കൊക്കെ പേടിയും പെയിനുമാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതിനൊരു പോംവഴിയുണ്ട്. ഇതിന് ആർക്കും അറിയാത്ത, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. വജൈനൽ ഡയലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വജൈന 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ടോ 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ടോ സ്വയം തന്നെ വജൈനയുടെ ഹോള് കുറച്ചുകൂടെ ലൂസാക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് വജൈനൽ ഏരിയയിലെ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇലാസ്റ്റിക് പോലത്തെ ഒരു മസിൽസാണ്. അപ്പോൾ ആ മസിൽസിന് 1 ഫിംഗർ ഇൻസേർട്ട് തീരെയും ഫിംഗർ പോലും ഇതുവരെയും ഇൻസേർട്ട് ചെയ്യാത്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ലൂബ്രിക്കേഷൻ ജെൽ യൂസ് ചെയ്തിട്ടോ അല്ലാതെയോ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. സ്ലോലി 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ എവിടെയോ അത് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ ഫീമെയിൽ മാസ്റ്റർബേഷൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ള ഒരു തോട്ട് കൊണ്ടോ എന്തുകൊണ്ടോ പെൺകുട്ടികളൊന്നും അത് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ ഒരു വേദന ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്നിരുന്നാലും വേദന ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അവരുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഗൈഡൻസിലോ ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തം 1 ഫിംഗർ 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഈ ആദ്യം തന്നെ ചാടിക്കയറി അങ്ങോട്ട് പെനിസ് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കറക്റ്റ് വേ അല്ല.
ഫസ്റ്റ് 1 ഫിംഗർ 2 ഫിംഗറൊക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടാണ് പെനിസ് ഇൻസേർട്ട് ചെയ്ത്. ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല, ആരും ഇതിനെപ്പറ്റി അധികം വീഡിയോസ് ഒന്നും ചെയ്യാറുമില്ല. അപ്പം ഞാൻ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പച്ചയ്ക്ക് പറയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലാത്തതിനെ കൊണ്ട് ഒരുപാട് കേസുകളിൽ ഇതേപോലെ പെനിസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മുറിയുകയും അല്ലെങ്കിൽ അവിടെ ബ്ലഡ് വരികയും ഒരു സ്കിന്ന് പൊരിയും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കേസുകൾ ഉണ്ടാവുകയും അത് പിന്നെ ട്രോമയായിട്ട് പിന്നീട് സെക്സിനോട് പേടി, ആ ആളോട് വെറുപ്പ് വരുന്നതൊക്കെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ടിട്ടാണ്. ജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അറിവ് വേണം എന്ന് മനസ്സിലാവണം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, വെജൈനൽ ഡയലേറ്റേഴ്സ് അവൈലബിൾ ആണ്, ഓൺലൈനിൽ കിട്ടും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെയും ആണുങ്ങൾക്ക് സുഖം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പെൺകുട്ടികൾക്കും ഫസ്റ്റ് നൈറ്റിൽ സുഖം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കുട്ടി രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഡെലിവറി പെയിൻ. ഓക്കെ, നോർമൽ ഡെലിവറിയിൽ തന്നെ പെയിൻ ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ പുറത്ത് വെക്കുകയാണ് ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട്, ഒരു 10-30 വർഷമായിട്ട്, ഇപ്പം ഞാനുള്ളത് കാലിക്കറ്റാണ്. കാലിക്കറ്റിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു 10-30 വർഷമൊക്കെ ആയിട്ട് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിനെയൊക്കെ അവരുടെ മദർ ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു വേദനയില്ലാണ്ട് തന്നെ പ്രസവിച്ച സ്റ്റോറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്നവർ ഈ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഒരു 10,000 റുപ്പീസൊക്കെയാണ് ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ചാർജ് വരുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സുഖപ്രസവത്തിൻ്റെ സമയത്ത് തന്നെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അവർക്ക് പ്രസവം പെയിൻലെസ് ആയിട്ട് പ്രസവിക്കാൻ പറ്റുന്നതാണ്. ചില തടിച്ച ആൾക്കാരിലോ അല്ലെങ്കിൽ ചില ബോഡി ഫിസിക്കലി എപ്പിഡ്യൂറൽ ചിലപ്പോൾ എഫക്റ്റീവ് ആവാറില്ല. അതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാണ്ട് വലിയ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഇഞ്ചക്ഷന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊരു സോഷ്യൽ മിത്താണ്. അതായത് നൊന്ത് പ്രസവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേദന അനുഭവിക്കാണ്ട് എങ്ങനെയാണ് പ്രസവിക്കുക, വേദന അനുഭവിക്കാതെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനോട് സ്നേഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഓൾ എപ്പിഡ്യൂറൽ എടുത്തിട്ടാണ് പ്രസവിച്ചത്, ഓള് വേദന ഒന്നും അറിയാണ്ട് പ്രസവിച്ചത്, അപ്പം നാളെ മറ്റന്നാൾ ആ കുട്ടീനെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചീത്ത പറയുക തല്ലൊക്കെ ചെയ്യുമ്പോൾ വേദന ഒന്നും ഇല്ലാണ്ട് പ്രസവിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഓക്ക് തല്ലാലോ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ആൾക്കാരുടെ ഒരു റിയാക്ഷൻ വരുമോ എന്നൊക്കെ പേടിച്ചിട്ടും ഈ എപ്പിഡ്യൂറലിനെ പറ്റി സ്വന്തം ഇൻലോസിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ വരെ പറയാൻ മടിയുള്ള, ഇതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു, മാഡം എനിക്ക് എപ്പിഡ്യൂറലിനെ പറ്റി അറിയാം, എനിക്കത് എടുക്കണം എന്നുണ്ട്, എനിക്ക് പെയിൻലെസ് ആയിട്ട് നോർമൽ ഡെലിവറി ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഞാൻ അതെങ്ങനെ ഹസ്ബൻഡിനോട് പറയുക, ആരോടും പറയാതെ എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാരോട് പറയും. അപ്പോൾ ഇത് ഭയങ്കര സ്വകാര്യമൊക്കെ ആക്കി വെച്ചിട്ടാണ് അവരന്ന് അങ്ങനെ ചെയ്തത്. അങ്ങനെ സ്വകാര്യമായി എപ്പിഡ്യൂറൽ എടുത്ത് ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, ക്ലയൻസുകളൊക്കെ ആയിട്ടും കൊളീഗ്സായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ എൻക്വയറി ചെയ്യുക. പെയിൻലെസ് ആയിട്ട് ഈ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സിസേറിയൻ തന്നെ ചില ആൾക്കാർ, ഇപ്പം നമ്മളെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ബോംബെ ബാംഗ്ലൂരൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയും, ഈക്കനെ കഷ്ടപ്പെട്ട് ഡേറ്റ് ആയിട്ടും വേദന വന്നില്ലെങ്കിൽ പിന്നെ വേദന വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഡ്യൂസിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഫോളി ബലൂൺ ബൾബ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, പിന്നെ ഇങ്ങനെയൊക്കെ പെയിൻഫുള്ളായ കുറേ ചില ആൾക്കാർക്ക് ഈ ഫോളി ബൾബൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് പെയിൻ ഉണ്ടാവും ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്തിട്ടൊക്കെ എന്നിട്ടും സർവിക്സ് ഓപ്പൺ ആവാത്തൊക്കെ ഒരുപാട് കേസുകളിൽ പിന്നീട് വാട്ടർ ബ്രേക്കേജ് ഉണ്ടായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി, ലാസ്റ്റ് പോയിട്ട് സിസേറിയൻ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ എന്തിനാണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർവിക്സ് ഓപ്പൺ ആവുന്നില്ല എന്ന് കുറേ മണിക്കൂർ വേദന സഹിച്ചിട്ടും സർവിക്സ് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി സി സെക്ഷന് വേഗം തന്നെ ചെയ്തുകൂടെ? അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് സെക്ഷൽ ലൈഫിനെ ബാധിക്കുമെന്ന് വിചാരിച്ച് സി സെക്ഷൻ ആദ്യം തന്നെ ടൈം പ്ലാൻ ചെയ്ത് ഹാപ്പിലി പോയി ഡേറ്റ് പ്ലാൻ ചെയ്ത് അനസ്തേഷ്യ എടുത്ത് സി സെക്ഷൻ ചെയ്ത് ഹാപ്പിലി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. സുഖപ്രസവത്തിനോട് തീരെ താല്പര്യമില്ലാത്ത കുറേ കുറേ കൾച്ചറൽ ഇതിൽ കുറേ ഫാമിലീസ് അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് ഒരാൾ പറഞ്ഞു, ഞാനും അനുഭവിച്ചു, എൻ്റെ മരുമോളും അത് അനുഭവിച്ചു,
അനുഭവിക്കേണ്ട, അവൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് നേരെ ഓപ്പൺ ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം സി സെക്ഷൻ ചെയ്തോളാം, ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ 100ഓളം മദർ ഇൻ ലോസിനെ എനിക്കറിയാം, മദേഴ്സിനെ എനിക്കറിയാം. അപ്പം അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ഡോക്ടേഴ്സ്, വാശി പിടിക്കുന്ന ഹസ്ബൻഡുമാർ, വാശി പിടിക്കുന്ന ഇൻലോസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഉണ്ടാവുന്ന പല പല ചെറിയ ചെറിയ ട്രോമാസുകൾ. ഇപ്പോൾ എൻ്റെ ഈ ഒരു ക്ലൈൻറ്റ് കേട്ടിട്ടുള്ള ഈ പ്രഗ്നൻസി സമയത്ത് വയറൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു പ്യൂബിക് ഹെയർസൊക്കെ, അവിടെയുള്ള ഹെയറുകളൊന്നും ഷെയ്വ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് ഇവർക്ക് ചിലപ്പോൾ വയറുണ്ടാവുമ്പോൾ പറ്റില്ല. അപ്പോൾ ഈ കുട്ടീൻ്റെ ഫ്രണ്ട് അങ്ങനെ സ്വന്തം ട്രൈ ചെയ്തിട്ട് മുറിയും അങ്ങനെയൊക്കെ ഉണ്ടായ കുറേ ട്രോമാറ്റിക് സ്റ്റോറി ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടവളാകെ, അപ്പം നിങ്ങൾ അത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഹെൽത്ത് കെയർ, ഇപ്പോൾ കാലിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ശരിക്കും സോപ്പ് തേക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പം പ്യൂബിക് ഹെയർസ് കളയാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനത്തെ കുറേ കുഞ്ഞിന് ചെയ്യേണ്ട കുറേ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹസ്ബൻഡുമാരത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ കോണ്ടംസ് എന്ന് പറയുന്ന ഒരു സാധനം, കോണ്ടം മെയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഒരുപാട് പേർക്ക്, ഒരു 99% ഓഫ് മലയാളീസിനും കോണ്ടം എന്ന് പറഞ്ഞ ആണുങ്ങൾ ഇടുന്ന സാധനമായിട്ടേ അറിയുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീമെയിൽ കോണ്ടംസ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ആരും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്ര അവൈലബിൾ അല്ല. പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും കോണ്ടംസ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടംസ് ഉണ്ട്. അതേപോലെ കോപ്പർ ടീ എന്ന് പറയുന്ന സാധനം ഗർഭിണി ആവാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് പകരം പിൽസുകൾ അവൈലബിൾ ആണ്. പിന്നെ പാച്ചസുകൾ, ഈ നിക്കോട്ടിൻ പാച്ചൊക്കെ പോലെ പാച്ചുകൾ ഒട്ടിച്ച് വെക്കാൻ പറ്റും പ്രഗ്നൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അത് അവൈലബിൾ ആണ്. അതൊന്നും അറിയാണ്ട് ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഈ കോപ്പർ ടീ പോലത്തെ സാധനത്തിലൊക്കെ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും, മെൻസസിൻ്റെ ടൈമിൽ ചിലപ്പം വേദനയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഈ ഐപ്പിലൊക്കെ പോലത്തെ പില്ലുകൾ നിങ്ങൾ കുട്ടികൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങാനും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവും പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് ആകെ ഇപ്പോൾ കുറഞ്ഞ മാസം ആയിട്ടുള്ളൂ, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതേപോലത്തെ കോൺട്രസെപ്റ്റീവ് പിൽസ് 72 ഹവേഴ്സിൻ്റെ മുന്നേ നിങ്ങൾ കഴിച്ചാൽ മതി. അത് പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ട്. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് ഒരു ട്രോമാറ്റിക്, ഒരു നെഗ്ലക്റ്റ് ഉണ്ടാവണതിനെക്കാട്ടിലും നല്ലതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയില്ല. പിന്നെ ഈ കുട്ടി ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് പ്രസവം നിർത്തൽ. അപ്പോൾ പ്രസവം നിർത്തൽ, അപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു നിൻ്റെ ഉമ്മയ്ക്ക് എങ്ങനെ പ്രസവം നിർത്തി വെച്ചപ്പോൾ ഉമ്മേൻ്റെത് 3ാമത്തെ പ്രസവത്തിൽ തന്നെ പ്രസവം നിർത്തണം എന്ന് പറഞ്ഞതിനെ കൊണ്ടിട്ട് അവരത് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ സർജിക്കലായി തന്നെ പ്രസവം നിർത്തി. ഇത്താത്തേൻ്റെത് പക്ഷേ വേറൊരു ദിവസം തന്നെ പോയി പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഇത്താത്ത ഗൾഫിൽ നിന്ന് വന്ന് ഇത് അവിടെ നിന്ന് ചെയ്തു കൊടുക്കില്ല, അത് ഗൾഫ് കൺട്രീസിലൊന്നും, അതിനെ കൊണ്ടിട്ട് നാട്ടിൽ വന്ന് 10 ദിവസം ലീവൊക്കെ എടുത്ത് സർജറി ചെയ്ത് പ്രസവം നിർത്തി പോയി. അപ്പോൾ ഞാൻ ഈ കുട്ടീനോട് ചോദിച്ചു നീ വാസക്ടമി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടിട്ടുണ്ടോ, ഈ വന്ധ്യത നിർത്തുന്ന ഒരു സാധനം നീ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല. ഈ വാസക്ടമി എന്ന് പറയുന്നത് നോൺ സർജിക്കൽ പ്രൊസീജിയറാണ്. ഇതിൽ പ്രസവം നിർത്തുന്ന ഒരു സാധനമാണ്. ഇത് ആണുങ്ങളാണ് ചെയ്യുക. ഓക്കെ, ഒരുപാട് കൾച്ചറിൽ ആണുങ്ങൾ മാത്രം പ്രസവം നിർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങൾ ഈ കീറി മുറിച്ച് സർജറി ചെയ്ത് പ്രസവം നിർത്തേണ്ട ഒരാവശ്യമില്ല, ഇത് കംപ്ലീറ്റ്ലി സേഫാണ്. ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു പരിപാടിയേ ഉള്ളൂ, സർജറി ഒന്നും ചെയ്യണമല്ല. ഒരു ക്ലിപ്പ് അടിക്കുന്ന പോലെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഈ സ്ക്രോട്ടത്തിൻ്റെ മേലെ ആണുങ്ങളുടെ അടിക്കുന്ന ഒരു സാധനമാണ്. അതിൽ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആണുങ്ങളാണ് ആ ഒരു പെയിൻ. ആ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ചെയ്ത് അപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാ, ചെയ്യുന്ന അപ്പം ഉണ്ടാവുന്ന ഒരു വേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആണ് പെണ്ണ്, ഒരു ഹസ്ബൻഡും വൈഫും പ്രസവം നിർത്താൻ വേണ്ടി 2 പേർക്കും പറ്റും, ആണിനും പറ്റും പെണ്ണിനും പറ്റും. ആണിന് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ പെണ്ണിന് സർജിക്കലൊക്കെ ആയിട്ട് ചെയ്യണം. എന്നിട്ടും ഒട്ടുമിക്ക ആൾക്കാർ, നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് പെണ്ണുങ്ങളാണ് പ്രസവം നിർത്തുക. അപ്പം ഇത് ആൾക്കാർക്ക് അറിയില്ല, അതിനെ പറ്റിയിട്ട് ഈ വാസക്ടമീനെ പറ്റി ആൾക്കാർക്ക് അറിയില്ല. എല്ലാ സ്ഥലത്തിലും ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അടുത്തൊക്കെ ഒരു മൂവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാസക്ടമീനെ പറ്റിയിട്ട്, സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ഇതിനെപ്പറ്റി അവെയർ ആവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാരിലേക്ക് ഇത് എത്തുന്നില്ലാത്തതിനെ കൊണ്ട് കുറേ ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ട്സുകളായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഓരോ ഡൗട്ട്സും ഞാൻ പല രീതിയിലേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാധനം,
മാരേജ് എന്ന് പറയുന്നതും പ്രഗ്നൻസി എന്ന് പറയുന്നതും ഒരു ട്രോമയായിട്ട് നിങ്ങൾ കാണരുത്. നമ്മുടെ സമൂഹവും കൾച്ചറും ഹോസ്പിറ്റലുകാരും എല്ലാവരും കൂടെ ട്രോമയാക്കുന്ന രീതിയിലേക്കുള്ള പല സാധനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ മുന്നേ അറിയെങ്കിൽ ഓപ്പണായിട്ട് വായ തുറന്ന് കാര്യങ്ങൾ പറയുക, തീരുമാനിക്കുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഒന്നിനും മടിയും ഗിൽട്ടും ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാരേജും ഫസ്റ്റ് നൈറ്റും പ്രഗ്നൻസിയൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. ഈ കുട്ടീനെയൊക്കെ ആദ്യം പ്രസവിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ചെസ്റ്റിലേക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുവെക്കുന്ന ആ ഒരു ഹവറിനെ നമ്മൾ ഹാപ്പി ഹവേഴ്സ് എന്നാണ് പറയുക. ഒരു ബോഡി ടച്ച് കുട്ടിയായിട്ട് ഫസ്റ്റ് മദറിന് ഉണ്ടാവുന്ന ഒരു സമയം. ആ സമയത്ത് പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ഗുഡ് ഹോർമോൺസ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസുകൾ നമ്മളുടെയും കുട്ടിയുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതൊക്കെ ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷാണ് ആ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. ചിലർക്ക് ആ ഒരു ഗോൾഡൻ ഹവർ കിട്ടും, ചിലർക്ക് അത് കിട്ടൂല. ആ ഒരു ഹാപ്പിലി കിട്ടാൻ സാധ്യത ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടൂല. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എല്ലാം അറിഞ്ഞ് പ്ലാൻ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് അതിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.